السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഏകനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് നാം നേടിയെടുക്കുന്ന വിദ്യാഭ്യാസമോ നാം ജീവിക്കുന്ന നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും വലിയ സത്യം അത് മരണമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും? നാളെ ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. എത്ര കാലം ഞാനിവിടെ ജീവിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല, നിങ്ങൾക്കാർക്കും പറ്റൂല. എന്നാൽ മരണത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. ഒരു മനുഷ്യനെ കുറിച്ച് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് മരണം മാത്രമാണ്. മരണത്തെക്കുറിച്ച് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. മരണമാണ് നാം കാണുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. നമ്മളൊക്കെ പണ്ടേ സ്കൂളുകളിലൊക്കെ പഠിച്ച ഒരു കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം ആ കവിത പാടിയത്, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന സുന്ദരമായ എല്ലാത്തിനും വൈരൂപ്യത്തിൽ അധിഷ്ഠിതമായ ഒരു മടക്കമുണ്ട്, ഒരു നാശമുണ്ട്. ഹാ പുഷ്പമേ, അധിക തുംഗ പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയ്യനി, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ആഭൂതിയങ്ങു പുനരെങ്ങു നിന്റെ ഈ കിടപ്പിതോർത്താൽ. സുന്ദരമായ ഒരു പൂവ് അത് വീണ് കിടന്ന് മണ്ണിനോട് ചേരാൻ തുടങ്ങി. അതിൻ്റെ ചുറ്റിലൊരു കറുത്ത വണ്ടി ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോഴാണ് കുമാരനാശാൻ ആ പൂവിനെ നോക്കി പാടുന്നത്, ഹാ പുഷ്പമേ, അല്ലയോ പൂവേ, അധിക തുംഗ പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയ്യനി. എത്രയോ ഉയരങ്ങളിൽ ആളുകളുടെ കണ്ണുകളെ ആകർഷിച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് പൂവേ നീ ഇത്രയും നാള് കിടന്നിരുന്നത്. കണ്ണേ മടങ്ങുക എന്ന നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകളുമായാണ് ആ കവിത അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ കവിതയേക്കാൾ സുന്ദരമായി, ലോകത്തുള്ള എല്ലാ കവിതകളെക്കാളും സുന്ദരമായി മരണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഈ ലോകത്തു നിന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. നമ്മുടെ ചെരുപ്പിന്റെ വാറ് നമ്മോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ നാമുമായി അടുത്തു നിൽക്കുന്ന ഒരു വസ്തുതയാണ് മരണം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അവന് മരണത്തെ പ്രതീക്ഷിക്കാതിരിക്കാൻ സാധിക്കുക? നമ്മൾ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, അവിടെയും നമുക്കൊരു മരണസാധ്യതയില്ലേ? നമ്മുടെ അന്നനാളവും ശ്വസനനാളവും ഒരുമിച്ച് ചേരുന്ന ലാരിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എപ്പിഗ്ലോട്ടിസ് വന്ന് അടയുന്നത് കൊണ്ടാണ് ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അത് നേരെ ശ്വസനനാളത്തിലൂടെ പ്രവേശിച്ച് നാം ശ്വാസം മുട്ടി മരിക്കുകയാണ് ചെയ്യുക. നാം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നമുക്ക് മരണത്തിനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാം ഉറങ്ങുന്ന സമയം സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖം, ഒരുപാട് ആളുകൾ മരിക്കുന്നത്. നമ്മുടെ തലച്ചോറ് ശ്വസന വ്യൂഹങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുന്നതിൽ ചെറിയ എന്തെങ്കിലും അപാകത കാണിച്ചാൽ നമ്മളവിടെ ശ്വാസം മുട്ടി മരിക്കായി. ഞാനിവിടുന്ന് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഇവിടുന്ന് കേൾക്കുമ്പോഴുമെല്ലാം നമ്മുടെ ഹൃദയം സദാ മുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലച്ചോറ് ആ ഹൃദയത്തിന് കൊടുക്കേണ്ട സന്ദേശങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റുവരുത്തിയാലോ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാലോ നമ്മുടെ ഹൃദയം അവിടെ നിലക്കും, നാം വിയർക്കും, തളരും, മയോകാർഡിയോ ഇൻഫ്രാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് വന്ന് കാർഡിയാക് അറസ്റ്റ് വന്ന് നമ്മൾ മരിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മരണമാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോട് അടുത്ത് നിൽക്കുന്ന വസ്തുതയാണ് നിന്റെ മരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. ഞാനൊരു യുവാവാണ്, എനിക്ക് 17-18 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് മരണത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നില്ല. ഞാനൊരു വയസ്സായ മനുഷ്യനാണ്, 60-70 ആയി, അതുകൊണ്ട് എനിക്ക് മരണത്തെ പ്രതീക്ഷിക്കണം എന്നുമില്ല. വാർദ്ധക്യമോ യൗവനമോ മരണത്തിന് തടസ്സമോ അല്ലെങ്കിൽ മരണത്തിന്റെ മാനദണ്ഡമോ അല്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ പറഞ്ഞു കൊടുക്കുക, നിശ്ചയം ഏതൊരു മരണത്തിൽ നിന്ന് കുതറി മാറാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെ കഴിയുന്ന അത്രയും നീട്ടിക്കൊണ്ടുപോകാനാണോ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, എത്ര നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും എത്ര കുതറി മാറാൻ ശ്രമിച്ചാലും ആ മരണം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ വഇലൈനാ തുർജഊൻ. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്, അവിടെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. ഈ ദുനിയാവിൽ പടച്ച റബ്ബ് ആർക്കും തന്നെ ഖുൽദ് നൽകിയിട്ടില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തെ വിറപ്പിച്ച, ലോകത്തിന്റെ എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും നേടിയ എത്രയെത്ര മനുഷ്യന്മാരാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഇന്നലകളിൽ എത്രയെത്ര രാജാക്കന്മാരാണ്, എത്രയെത്ര കുബേരന്മാരാണ്, എത്രയെത്ര നേതാക്കന്മാരാണ്, എത്രയെത്ര പണക്കാരാണ്, ഒന്നുമില്ലാതെ വെറും കൈകളുമായി എല്ലാം സമ്പാദിച്ചത് മുഴുവൻ ഈ ലോകത്ത് വിട്ടെറിഞ്ഞു കൊണ്ടുപോയത് അള്ളാഹുവിന്റെ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ ചോദ്യം തന്നെ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ ധാരാളമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ആ മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഖബറിടം സന്ദർശിക്കുക, പള്ളിക്കാട്ടിലേക്ക് ഇടക്കൊന്ന് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തിനാണത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താടിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം താഴെ പ്രവാചകന്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താടി നിലത്തുമുട്ടുമായിരുന്നു, തറയിൽ മുട്ടുമായിരുന്നു. അത്രത്തോളം വലിയ താടിയുള്ള സുന്ദരമായ താടിരോമങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബഖീഇലൂടെ നടന്നാൽ, ഖബർസ്ഥാനിലൂടെ നടന്നാൽ, പള്ളിക്കാട്ടിലൂടെ നടന്നാൽ ഇത്രയും തിങ്ങി നിറഞ്ഞ നീണ്ട താടിരോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിരുമാറി കരയുമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നു. അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇതാണ് ആദ്യത്തെ വീട്, എല്ലാത്തിനും തുടക്കം കുറിക്കുന്ന, എന്നാൽ ദുനിയാവിലെ എല്ലാത്തിനും ഒടുക്കം കുറിക്കുന്ന ആദ്യത്തെ വീട് ഇതാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഖബറിലേക്കുള്ള യാത്രയിൽ 2 രീതിയിലുള്ള യാത്രയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒന്നാമത്തെ യാത്ര ഏതാണ്? മരണശയ്യയിൽ കിടക്കുമ്പോൾ. മരണശയ്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് സാധാരണ ഓർമ്മ വരിക, വയസ്സായി, കല്യാണമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നേടി പ്രാരാബ്ധവും ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞ് മരണശയ്യയിൽ ഇങ്ങനെ കിടന്ന് മരണത്തെ പ്രതീക്ഷിച്ച് കട്ടിലിന്റെ ചുറ്റും നിൽക്കുന്ന മക്കളെയും പേരക്കുട്ടികളൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് ഓർമ്മ വരിക. അങ്ങനെ ഒരു മാനദണ്ഡം മരണത്തിനില്ലട്ടോ. മരണം എന്ന് നാം ഓർക്കുമ്പോൾ ഏത് പ്രായത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത്, ആ പ്രായത്തിൽ മരണത്തെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. എനിക്ക് 18 വയസ്സെങ്കിൽ 18 ഈ വയസ്സിൽ ഞാൻ മരണക്കിടക്കയിൽ കിടക്കുന്നത് ഓർക്കാൻ എനിക്ക് സാധിക്കണം. എനിക്ക് 25 വയസ്സെങ്കിൽ ആ 25 വയസ്സിൽ ഞാൻ മരണക്കിടക്കയിൽ കിടക്കുന്നത് എനിക്ക് ഓർക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ കാഴ്ചകൾ മുഴുവൻ നമ്മുടെ കണ്ണിൽ നിന്ന് മറയുമ്പോൾ, നമ്മുടെ സമ്പാദ്യങ്ങളും വീടും പരിചയക്കാരും നാം പരിചയിക്കുന്ന എല്ലാം കണ്ണിൽ നിന്ന് മറയുമ്പോൾ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതെല്ലാം നമ്മുടെ കണ്ണിലേക്ക് തുറന്നു തരും. എന്താണത്? അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണം സത്യവും കൊണ്ട് വരുന്നതാണ്, യാഥാർത്ഥ്യവും കൊണ്ട് മരണം വരുന്നതാണ്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ
فكشفنا عنك غطاءك فبصرك اليوم حديد. ചില കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ അശ്രദ്ധരായിരുന്നു, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള നിങ്ങൾ ഏത് വിഷയത്തിൽ അശ്രദ്ധരായിരുന്നോ ആ അശ്രദ്ധരായ വിഷയങ്ങളിലുള്ള നിങ്ങളുടെ മൂടികൾ നാം ഇതാ ഇന്ന് നീക്കി തന്നിരിക്കുന്നു. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്നേ ദിവസം നിങ്ങളുടെ കാഴ്ചകൾ മൂർച്ചയുള്ളതാണ്. ആ മൂർച്ചയുള്ള കാഴ്ചയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? രണ്ട് രീതിയിലുള്ള കാഴ്ചകളാണ് കാണുക. ഒന്നാമത്തെ കാഴ്ച അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ സ്വർഗീയ പരിമളം പരത്തുന്ന മലക്കുകൾ കണ്ണിന്റെ കാഴ്ച സഞ്ചരിക്കുന്ന അത്രയും ദൂരം വന്നു നിന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാന്ത്വനത്തിന്റെയും വാത്സല്യത്തിന്റെയും വാക്കുകൾ ഉരുവിടുന്ന ആ ഒരു രംഗം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. നിശ്ചയം അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പിന്നെ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ മരണശയ്യയിൽ കിടക്കുന്ന സമയം തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിന്റെ മലക്കുകൾ അവരിലേക്ക് അവതരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം കാഴ്ചകൾ പുതിയതാണ്, കേൾവികൾ പുതിയതാണ്, അനുഭവങ്ങൾ പുതിയതാണ്. അതുകൊണ്ട് പേടിയുണ്ട്, ഭയപ്പാടേണ്ട ആവശ്യമില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. കാരണം ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട്, കുടുംബക്കാരെ വിട്ട്, പരിചയക്കാരെ വിട്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുകയാണ്. സ്വാഭാവികമായ ദുഃഖം മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. ആ ദുഃഖവും നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, ഏതൊരു സ്വർഗത്തെ തൊട്ടാണോ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് ആ സ്വർഗം ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. മലക്കുകളുടെ വാക്കുകളാണ്. ഇതാണ് ഒന്നാമത്തെ കാഴ്ച. രണ്ടാമത്തെ കാഴ്ച ഏതാണ്? ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അക്രമകാരികളായ ആളുകൾ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരോട് മലക്കുകൾ ആക്രോശിക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അടിയും മിടിയും തൊഴിയും പ്രയാസങ്ങളും ഒക്കെയായി ഈ ദുനിയാവിന്റെ കാഴ്ചകൾ മങ്ങുമ്പോൾ എന്തെന്നില്ലാത്ത പീഡനത്തിന്റെ വലിയ അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഖബർസ്ഥാൻ, നാം ഈ മരണത്തിന് ശേഷം യാത്ര ചെയ്യാൻ പോകുന്ന, ഒരുപാട് നാൾ കിടക്കാൻ പോകുന്ന ഖബർസ്ഥാൻ, നമ്മുടെ ഖബർ, ആ ഖബറിനെ കുറിച്ച് ഓർക്കാനും ആൺകുട്ടികൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഖബർസ്ഥാൻ പോയി ഒന്ന് സന്ദർശിക്കാനും തയ്യാറാവണം. കാരണം അത് നമുക്ക് തരുന്ന അനുഭവം ചെറുതൊന്നുമല്ല. നിങ്ങൾ ഒരു ദിവസം ഒന്ന് പോയി നോക്കുക, ആരെയും കൂട്ടണ്ട, ഒറ്റക്ക് നമ്മുടെ നാട്ടിലുള്ള സാമാന്യം വലിയ ഒരു ഖബർസ്ഥാൻ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക, പള്ളിക്കാട്ടിലേക്ക് പോവുക. എന്നിട്ട് ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കും, ആ റോഡുമായി ബന്ധം മുറിയുന്ന, ആ റോട്ടിലെ ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും കേൾക്കാത്ത അത്രയും ദൂരത്തേക്ക് ഖബറിന്റെ പള്ളിക്കാട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ നടക്കുക. പാമ്പും പഴുതാരൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നടന്ന് ഏകദേശം പുറമെയുള്ള എല്ലാ ശബ്ദങ്ങളും നിങ്ങളുടെ ചെവിയിൽ നിന്ന് മറഞ്ഞെന്ന് ഉറപ്പു വന്നാൽ ചീവീടുകളുടെ ശബ്ദം മാത്രം നിങ്ങളുടെ കേൾക്കുമ്പോൾ അവിടെ നിങ്ങൾ നിൽക്കുക. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങളിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുക. ഒരുപാട് കല്ലുകൾ, ചിലതിൽ പേര് എഴുതിയിട്ടുണ്ട്, ചിലതിൽ പേര് എഴുതിയിട്ടില്ല. വലുതുണ്ട്, ചെറുതുണ്ട്, പഴക്കമുള്ളതുണ്ട്, പുതിയതുണ്ട്, നനവ് മാറാത്തതുണ്ട്, അത് കാട് മുളച്ചതുണ്ട്, മുളക്കാത്ത പല രീതിയിലുള്ള ഖബറുകളുണ്ട്. ആ ഖബറുകൾ നിങ്ങളിങ്ങനെ വീക്ഷിക്കുമ്പോൾ ആ ഖബറുകൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കുറേ നേരം അവിടെ ചെലവഴിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കും, ഉമ്മയോ ഉപ്പയോ സഹോദരനോ സഹോദരിയോ എവിടെയാണാ പോയത്. പക്ഷേ ഈ കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ആളുകളെ ആരും വിളിക്കില്ല. അവരവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി. ആരും അവരെ വിളിക്കില്ല. ഒരു കാലത്ത് അവരെയും വിളിക്കുമായിരുന്നു. നിങ്ങളെപ്പോലെ അവർ നിന്നിരുന്ന കാലം നിങ്ങൾ ഓർക്കുക. ഈ ഒരവസ്ഥ, ഈ നിരന്ന് കിടക്കുന്ന കല്ലുകൾക്കിടയിൽ എവിടെയെങ്കിലും
ഒരു നാൾ ഒരു 100 വർഷത്തിന് ശേഷം 150 വർഷത്തിന് ശേഷം എൻ്റെ കല്ലും കൂടി ഉണ്ടാവും, എൻ്റെ കബറും കൂടി ഉണ്ടാവും. അന്ന് എന്നെ ആരും വിളിക്കില്ല, ആരും എന്നെ അന്വേഷിക്കില്ല. എൻ്റെ ശരീരം മണ്ണിനോട് ചേരുമ്പോൾ ഒപ്പം ചേരുന്നത് എൻ്റെ ഓർമ്മകൾ കൂടിയാണ്, എന്നെ കുറിച്ചുള്ള ചിന്തകൾ കൂടിയാണ്. അന്നും ഈ ഖബർസ്ഥാനിന്റെ നടുവിൽ ആരെങ്കിലും വന്നു നിന്ന് കുറച്ചു നേരം ചെലവഴിച്ചാൽ ആ മനുഷ്യന്റെ ഫോണിലേക്ക് ആരൊക്കെയോ വിളിക്കും, പക്ഷെ എന്നെ വിളിക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും മടക്കപ്പെടും എന്ന ബോധം നമുക്കുണ്ടാവണം. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ തകാസുറിലാണ്, കസറ് നടിച്ചുകൊണ്ട് നടക്കാണ്, ഫഖ്റ് നടിച്ചുകൊണ്ട്, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, ബുദ്ധിയുടെ പേരിൽ, വാങ്ങിക്കൂട്ടിയ അവാർഡുകളുടെ പേരിലെല്ലാം നമ്മൾ വലിയ അഭിമാനം നടിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്തസ്സ് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ടെന്നറിയോ? നിങ്ങൾ പെരുമ നടിച്ചങ്ങനെ കഴിയാണ്. എന്നാൽ ഏതുവരെ മാത്രമാണ് നിങ്ങളുടെ പെരുമ നടിക്കൽ? ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ മണ്ണിലേക്ക് നുരുമ്പി പോകുന്നതിന് പല സ്റ്റേജുകളുമുണ്ട്. പ്രധാനമായി ഫോറൻസിക് ആന്ത്രോപോളജിസ്റ്റുകൾ ആ സ്റ്റേജുകളെ പറഞ്ഞു തരുന്നത് ഓട്ടോലിസിസ്, ബ്ലോട്ട്, ആക്റ്റീവ് ഡിക്കേ, സ്കെലറ്റനൈസേഷൻ. ഈ 4 സ്റ്റേജുകളിലൂടെ നമ്മുടെ ശരീരം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോലം എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. നിങ്ങളറിയോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുന്നതിന്റെ മുന്നേ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങൾ ജീർണിക്കാൻ തുടങ്ങും. നമ്മുടെ കിഡ്നി, നമ്മുടെ കരള്, നമ്മുടെ ഹൃദയം എല്ലാം ജീർണിക്കാൻ തുടങ്ങും, അഴുകാൻ തുടങ്ങും എന്നാണ്. 3-ാമത്തെ ദിവസം ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബർ സാമാന്യം ഇടുങ്ങിയതായിരിക്കും, നമ്മുടെ ശരീരം അങ്ങോട്ട് ചീർക്കും. ശരീരം ചീർത്ത് കഴിഞ്ഞ് 3 ദിവസമായി കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും കറുത്ത നുരയും പതയും പുറത്തേക്ക് വരും. കണ്ടാലറക്കുന്ന മൂക്ക് കൊണ്ട് മൂക്കുള്ള മനുഷ്യർക്ക് നിൽക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ ഘോര ദുർഗന്ധം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമ്മുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കറുകറുത്ത ദുർഗന്ധം വമിക്കുന്ന നുരകളും പതയും പുറത്തേക്ക് വരാൻ തുടങ്ങും. 8-ാമത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ നിറം മാറാൻ തുടങ്ങും. അത് വല്ലാത്ത കറുപ്പായി മാറും, കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പായി മാറും. പിന്നീട് അത് പച്ച നിറത്തിലേക്ക് മാറും, പിന്നീട് അത് ചുവപ്പ് നിറത്തിലേക്ക് മാറും. പിന്നീട് നമ്മുടെ തൊലികൾ മുഴുവൻ ക്ഷയിച്ച് ആ തൊലികൾ മുഴുവൻ അടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ ദ്രാവകങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും. ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറും. ആഴ്ചകൾ പിന്നിടുമ്പോൾ നമ്മുടെ നഖങ്ങളും നമ്മുടെ പല്ലുകളും കൊഴിഞ്ഞു വീഴും. ഏകദേശം 1 മാസമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങളും പേശികളും ആന്തരികാവയവങ്ങളും മുഴുവൻ കേവലം ഒരു ദ്രാവകമായി മാറി മണ്ണിനോട് ചേരും. നമ്മൾ കേവലം ഒരു സ്കെലട്ടൻ മാത്രമായി, നമ്മൾ എല്ലുകൾ മാത്രമായി അവിടെ അവശേഷിക്കും. ആ എല്ലുകളും ക്രമേണ മണ്ണിലേക്ക് ചേരാൻ തുടങ്ങും എന്ന് നമ്മുടെ ആന്ത്രോപോളജിസ്റ്റുകൾ പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങൾ ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തന്നെ നിങ്ങൾ പെരുമ നടിച്ചാലും ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനകം 2 മാസത്തിനകം ശരീരത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് കേവലം സ്കെലറ്റനുകളായി നിങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ വാക്ക് എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു മരണം കിട്ടാൻ നമ്മുടെ ശരീരം മണ്ണിനോട് ചേർന്നാലും അള്ളാഹുവിന്റെ സവിധത്തിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ, ആ ബർസഖിന്റെ ലോകത്ത് വിശാലമായ ഖബറിടത്തിൽ സ്വച്ഛന്തം കിടന്നുറങ്ങാൻ, സ്വച്ഛന്തം വിഹരിക്കാൻ, അള്ളാഹുവിന്റെ വാത്സല്യവും സാന്ത്വനവും എമ്പാടും നുകരാനുള്ള ഭാഗ്യം നേടിയിട്ട് വേണം ഈ ലോകത്ത് നിന്ന് അവസാനമായി നാം യാത്ര പോകേണ്ടത്. ആ യാത്രക്കുള്ള ഒരുക്കം തുടങ്ങേണ്ടത് നാളെയല്ല, ഇന്നുമല്ല, ഈ നിമിഷം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. നമുക്കൊരു പ്രത്യേകതയുണ്ട്. നാം അറബി കോളേജ് വിദ്യാർത്ഥികളാണ്. നാം കേവലം ഒരു യാത്രികർ മാത്രമല്ല, ഒരു യാത്രയുടെ തലവന്മാർ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കുക. നല്ല ലക്ഷ്യത്തിലേക്ക് നാം നടന്നാൽ മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ളവരെ ആ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.